ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മക്കളെ, നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീടുകളിൽ ചെടിയെല്ലാം നട്ടുപിടിപ്പിക്കാറില്ലേ? ചെടിച്ചട്ടിയിൽ ചെടിയൊക്കെ. ഈ ചെടിയിൽ പൂവുണ്ടാകാൻ നിങ്ങൾ ആഗ്രഹിക്കാറില്ലേ? അപ്പം ഈ പൂവുണ്ടാകണമെങ്കിൽ നമ്മൾ ചെടി വെറുതെ ചട്ടിയിൽ നട്ടിട്ട് കാര്യമുണ്ടോ? അതിന് വെള്ളമൊഴിക്കണം, വളമൊഴിക്കണം. അപ്പോൾ വെള്ളവും വളമൊക്കെ നൽകുമ്പോൾ ചെടി ധാരാളം പുഷ്പങ്ങൾ നൽകും. ഇതുപോലെയാണ് നമ്മുടെ ജീവിതം. ഈ ചട്ടിയിൽ നട്ട ചെടി പോലെയാണ്. അപ്പോൾ ഈ ചെടിയിൽ പൂവില്ല അല്ലേ? നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ആത്മീയ ജീവിതം വളരണമെങ്കിൽ ആത്മീയ ജീവിതത്തിന് ആവശ്യമായ വെള്ളവും വളവും എല്ലാം നൽകണം. ഈ വെള്ളവും വളവും എന്തൊക്കെയാണ്? അതാണ് വിശുദ്ധ കുർബാന, വിശുദ്ധ കുമ്പസാരം, ആത്മീയ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള വായനകൾ, വിശുദ്ധ ഗ്രന്ഥ വായന, ഇതെല്ലാം ആവശ്യമാണ്. അപ്പോൾ ഇങ്ങനെയെല്ലാം നമ്മൾ നൽകുമ്പോൾ നമ്മുടെ ജീവിതം പുഷ്ടി പ്രാപിക്കും, നന്മയുടെ പുഷ്പങ്ങൾ വിടരും. അപ്പോൾ എപ്പോഴും നമ്മൾ അതിൽ നിന്നും പിന്മാറാനായിട്ട് സാത്താൻ ശ്രമിക്കും. ഇപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 10:10 ഇപ്രകാരം പറയുന്നുണ്ട്: കള്ളൻ വരുന്നത് മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ്. എന്നാൽ ഞാൻ വന്നിരിക്കുന്നത്, ഈശോ പറയുന്നു, ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനും വേണ്ടിയാണ്. അപ്പം ഈശോ വന്നിരിക്കുന്നത് സമൃദ്ധമായ ജീവൻ നൽകാൻ വേണ്ടിയാണ്. ഈ സമൃദ്ധമായ ജീവനാണ് കൂദാശകളിലും വചനത്തിലും എല്ലാ ജീവകാരുണ്യ പ്രവൃത്തിയിലും ഉള്ളത്. ഇത് നമ്മൾ സ്വീകരിച്ച് നമ്മുടെ ആത്മീയ ജീവിതം വളരുമ്പോൾ, പുഷ്ടി പ്രാപിക്കുമ്പോൾ, നമ്മുടെ ഈ ചെടിച്ചട്ടിയിൽ പൂ നിറഞ്ഞതുപോലെ ആത്മീയ ജീവിതവും നന്മകളുടെ പുഷ്പങ്ങളാൽ നിറയും. ഇതുപോലെ നമുക്കും ആത്മീയ ജീവിതത്തിന് ആവശ്യമായ വെള്ളവും വളവുമെല്ലാം കൊടുത്ത് യോഹന്നാൻ്റെ സുവിശേഷം 10:10 പറയുന്നത് പോലെ, ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനും വേണ്ടിയാണെന്നുള്ള ഈശോയുടെ വചനം സ്വന്തമാക്കി സമൃദ്ധമായ ജീവനുള്ള മക്കളായി നിങ്ങൾക്ക് മാറാം. അതിനെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.